നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പൈൽ റീഡിംഗ് ആണ്. ഇവിടെ 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. തമ്പനയിലിൽ കണ്ട പോലെ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാം. കിങ് ഓഫ് കപ്സ് ഉണ്ട്, ദ എംപറർ ഉണ്ട്, ദ സ്റ്റാർ ഉണ്ട്. ഇതിൽ കണ്ണടച്ച് ഒന്ന് ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഇതിലൊരു കാർഡ് എടുക്കാം. അത് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഈ കാർഡുകളിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ഇത് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ എനർജി ആയിട്ട് നോക്കാം. ഫസ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നത് കാണുന്നുണ്ട്. നിലവിലെ ബ്രേക്കപ്പ്, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അയാളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. മാനസികമായിട്ട് ശരിക്കും തളർന്നിരിക്കുന്നു എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് വലിയൊരു കുറ്റബോധം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ബ്രേക്കപ്പ് അവർ വിചാരിച്ചതിലും അപ്പുറമാണ്. അവരാദ്യം വിചാരിച്ചു ഈ ഒരു ബ്രേക്കപ്പ് കൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ നിന്ന് പോകാം, പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റഡ് ആവില്ല, അവരൊക്കെയാണ് എന്നുള്ള രീതി വിചാരിച്ചിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് പോയത്. പക്ഷേ ഈ ബ്രേക്കപ്പ് അവരെ മാനസികമായിട്ട് ശരിക്കും തളർത്തി എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾ അവർക്ക് വേണം എന്നുള്ള ഒരു ചിന്ത അവരിൽ വന്നു എന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ പുറമേ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വ്യക്തിയെ കാണുന്നുണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെയായിരിക്കും കാണുന്നത്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഈ വ്യക്തിയുടെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുവെങ്കിലും ഇവർ ഭയങ്കര സാഡാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളുടെ പ്രണയവും മറ്റു കാര്യങ്ങൾ എന്തോ അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം, അതുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞ് നിങ്ങളിലേക്ക് വരും അതുള്ള ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. അയാൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല നിങ്ങളിലേക്ക് വരാനായിട്ട്. എന്ത് പറഞ്ഞു വരും, കാരണം അത്രത്തലിയും വഴക്കിട്ട് നിങ്ങൾ പിരിഞ്ഞതായിരിക്കാം. അതുകൊണ്ട് ആ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. നിങ്ങൾ കൂടെ ഇല്ലാത്ത ഒരവസ്ഥ അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരാൾ കൂടെ ഉണ്ടായിട്ട് ഇല്ലാതാവുമ്പോൾ ആ അവസ്ഥ അവർ ശരിക്കും വിഷമിക്കുന്നുണ്ട് എന്നത് കാണുന്നുണ്ട്. അപ്പോൾ നിലവിലെ സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അയാൾ എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നത് തന്നെയാണ് നമ്മൾക്ക് ഈ കാർഡിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ദി എംപറർ എന്ന് പറഞ്ഞിരിക്കുന്ന കാർഡാണ്. ദി എംപറർ കാർഡ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെ പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. ആ വ്യക്തിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ പ്രണയം എന്നത് ഒരു വികാരമല്ല, ഒരു ഉത്തരവാദിത്വമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് ആ വ്യക്തി അതിനെ കാണുന്നത്, നിങ്ങളുടെ പ്രണയത്തെ. എല്ലാത്തിനും ഒരു സ്ലോ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ പറഞ്ഞാലും നിങ്ങളുടെ ഫീലിങ്സ് പ്രകടിപ്പിച്ചാലും നിങ്ങൾ കരഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്താലും ഈ വ്യക്തിക്ക് ഒരു ഫീലിങ്സും വരത്തില്ല. മനസ്സിലായി? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പുള്ളി വിളിക്കുവാണെങ്കിൽ അവർ ഭയങ്കര സില്ലി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വിഷമത്തെ പറ്റിയല്ല, അവർ ചോദിക്കുന്നത് മറ്റു കാര്യങ്ങളായിരിക്കും. ഫുഡ് കഴിച്ചോ, ഇപ്പൊ എവിടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് സങ്കടം തോന്നും. എൻ്റെ ഇമോഷന് ഒരു വിലയുമില്ലേ, അങ്ങനെ ഒരാളാണ്. പക്ഷെ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി പുള്ളിയുടെ ക്യാരക്ടറിലുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് എടുത്തവർക്ക് അടിക്കടി ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ആ ഒരു ഇഷ്യൂസ് നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും മുൻകൈ എടുക്കുന്നത്, ആ വ്യക്തിയായിട്ട് വരില്ല ഒരിക്കലും. ഈ തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കാത്തൊരു പങ്കാളിയാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വ്യക്തി പിണങ്ങിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. ഒരിക്കലും ആ വ്യക്തിയായിട്ട് ഇങ്ങോട്ട് വരില്ല, നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് അത് ഒത്തുതീർപ്പാക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഒത്തുതീർപ്പാകും. ആ വ്യക്തി മനസ്സിൽ അത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് ഇതൊന്നും ഒരു ഒത്തുതീർപ്പാക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും ആ വ്യക്തിയായിട്ട് വരാൻ തയ്യാറല്ല, നല്ലൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് കാർഡിൽ കാണുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ഉള്ള റീഡിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാർഡാണ് ഇത്, സ്റ്റാർ അല്ലേ? അപ്പൊ നിങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷനും സ്നേഹവും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മഴക്കോ പിണക്കോ ഒക്കെ ഉണ്ടായാൽ ഈ വ്യക്തി അത് ഓർത്തിരിക്കും, അതോർത്ത് അവിടെ ഇരിക്കും. ആ പാസ്റ്റിലെ ട്രോമ, നിങ്ങൾ ആ വഴക്കിട്ട് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കും ഫുള്ളായിട്ടുള്ള ഫോക്കസും.
മനസ്സിലായോ? ഇനി അങ്ങോട്ടുള്ള ഒരു യാത്ര നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഈ കൂടുതലും ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലുണ്ടെങ്കിലും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലെ നെഗറ്റീവ് വശങ്ങളെയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പം ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുന്നു എന്നത് കാണുന്നുണ്ട്. അപ്പം ആ വ്യക്തിയുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് കഴിവുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊരാവശ്യമുണ്ട് എന്ന് കരുതിയാലും അതിനൊപ്പം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു തണൽ മരം പോലെ നിങ്ങൾക്ക്. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി. പക്ഷെ പിണക്കാൻ കൊള്ളില്ല. പിണക്കിയാൽ ഭയങ്കര ഫീലിങ്സ് ആണ് പിന്നീട്. ആ പുള്ളി വേറൊരു കാര്യത്തിലും ശ്രദ്ധിക്കില്ല. ഇതിൽ മാത്രം ശ്രദ്ധിച്ചുള്ള നിലനിൽപ്പാണ് പിന്നീട്. അപ്പോൾ പിന്നെ ഈ കാർഡ് എടുത്തവർക്ക് ഞാൻ ചോദിക്കാം എനിക്ക് വന്നൊരു ഇൻഡ്യൂഷൻ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങളുടെ പങ്കാളിയെ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എന്തോ ഒരു കാരണമില്ല അകാരണമായ ഒരു സംശയം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഭയം എന്നേക്കുമായിട്ട് മാറ്റണമെന്ന് യൂണിവേഴ്സ് പറയുന്നു കേട്ടോ. നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് ദ സ്റ്റാർ കാർഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഇതിൽ ഓരോ കാർഡും സെലക്ട് ചെയ്തവർക്ക് അത് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഓക്കെ, അപ്പോൾ താങ്ക് യു മൈ വ്യൂവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.